ഉപ്പ, നിങ്ങൾക്കൊരു കാര്യം അറിയാം. നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ ലണ്ടനിൽ പോയത് MBA-കാരനാണല്ല, ഷെഫിന്റെ ജോലിക്ക്. നോ ഐ ഗോട്ട് എ ബെറ്റർ ചാൻസ് ഇൻ യൂറോപ്പ് ആസ് യൂഷ്വൽ. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പൂപ്പാക്ക് ഈ കടക്ക് ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്തൂടെ? വൈ കാൻ യു മേക്ക് ദിസ് കമ്പ്യൂട്ടറൈസ്ഡ് പൂപ്പ? നിങ്ങളുടെ മുഹബത്തിന്റെ കഥ പറയും. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഓളക്കൂടി കൊണ്ടുവന്നേനെ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മകൾ ചന്ദ്രിക, നീ എന്നതാടി കരുതിയെ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണനെ ഇവിടെ കെട്ടിത്തൂങ്ങിക്കിട നാടുമെന്ന്. അത് പണ്ട്. ഇന്ന് ഈ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിൽ യാവാട, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. ഹലോ, ആ വളരെ പേഴ്സണലായിട്ട് പറയുക. മിസ്റ്റർ ചന്ദ്രദാസ്, നിങ്ങൾ എൻ്റെ മകളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഐ ബെഗ് യുവർ മേഴ്സി. വിത്തിൻ 24 hours, 35 മണിക്കൂറിനുള്ളിൽ തട്ടിയെടുത്ത എൻ്റെ മകളെ നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ നിയമം അനുശാസിക്കുന്ന ഒരു തരി നീതിയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അതല്ല, പറഞ്ഞു പറ്റിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ യു വിൽ കൗണ്ട് ഓൺ യുവർ എൻ. യെസ്, ഐ ആം സീരിയസ്, നൺ ബ്ലഡി സീരിയസ്. വെട്ടുകള എടോ ലക്ഷ്മി, എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി തനിക്ക് എന്തോടോ ബന്ധം? ചോദിച്ചു കേട്ടില്ലേ? പ്രേമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടാതായി. ഇല്ലടാ പറ്റി പൊക്കോന്റെ മുന്നേന്ന് പോകാൻ. ഇതാരെ സെല്ലുലോയിലെ പൃഥ്വിരാജോ? റോസമ്മ, റോസമ്മ എന്തൊരു കാണിക്കണം. റോസമ്മ സിനിമയിലെ നടിപ്പ് തീരണവരെ റോസമ്മയല്ല, കീഴ്ജാതിയുമല്ല, നായര് പെണ്ണ്. അത് മറക്കല്ലേ. നമുക്ക് ഈ റോസമ്മ എന്നുള്ള പേരൊന്ന് പരിഷ്കരിച്ചാൽ എന്തൊരു ചാരട്ടെ. അതിപ്പോ സുന്ദർരാജന്റെ മച്ചാന്റെ ഭാര്യയുടെ പേര് റോസി എന്നല്ലേ? റോസി. അതാകുമ്പോ വിളിക്കാനും കൊള്ളാം, കേൾക്കാനും. എന്തൊരു ചാരട്ടെ.